ജോമോൻ ചക്കാലക്കൽ വീണ്ടും ആ വിഷയത്തിലേക്ക് വരാം. ഇവിടെ ഭരണഘടനാ ലംഘനമുണ്ടായി ഗവർണറുടെ നടപടിയിൽ എന്ന വലിയ വിമർശനമുയരുകയാണ്. ജോമോൻ ചക്കാലക്കൽ, അവിടെ പ്രദർശിപ്പിക്കപ്പെട്ട ചിത്രം അത് അഖണ്ഡ ഭാരതമാണ് എന്ന് താങ്കൾ പറയുന്നു. അതിൽ നമ്മൾ കാണുന്ന ഭാരതാംബ നമ്മൾ മുൻപ് പറഞ്ഞ തരത്തിൽ ഈ സ്വാതന്ത്ര്യ ലബ്ധിയുമായി ബന്ധപ്പെട്ട ആ കാലത്ത് രൂപപ്പെട്ടു വന്ന ഐക്കൺ, അങ്ങനെ നമ്മൾ കണ്ട ഭാരതാംബയുടെ ചിത്രമാണോ അന്ന് അവിടെ കണ്ടത്? അവരുടെ കയ്യിലുണ്ടായിരുന്ന കൊടി അത് കാവി നിറത്തിലുള്ളൊരു കൊടിയാണ്. ഇതൊക്കെയായിരുന്നു ശ്രീ ജോമോൻ ചക്കാലക്കൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഉയർന്നു വന്ന ഭാരതാംബ. അതിനു മുമ്പ് ഇവിടെ ബഹുമാനെ അരുൺകുമാർ പറഞ്ഞ കാര്യത്തിന് ഒന്ന് രണ്ട് മറുപടികൾ പറഞ്ഞേ മതിയാകൂ. കാരണം ഇവിടെ BJP അല്ലെങ്കിൽ RSS ഭരണഘടനയെ മാനിക്കുന്നില്ല, ദേശീയ പതാകയെ മാനിക്കുന്നില്ല എന്നൊക്കെയാണ് അരുൺകുമാർ പറഞ്ഞത്. അരുൺകുമാറിനോട് വളരെ വിനയത്തോടുകൂടെ പറയട്ടെ, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നു കഴിഞ്ഞപ്പോൾ അത് ടാറ്റ ബിർള കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞൊരു പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി. രണ്ടാമത്, ഇന്ത്യയെ 17 കഷ്ണങ്ങളാക്കണമെന്ന് പറഞ്ഞ ഒരു പോളിറ്റ് ബ്യൂറോ നിങ്ങൾക്കുണ്ടായിരുന്നു. മൂന്നാമത്, മറ്റൊരു കാര്യം, ഈ അടുത്ത കാലത്ത് വരെ ഇന്ത്യയുടെ ഒരു സ്വാതന്ത്ര്യ ദിനത്തിലും നിങ്ങളുടെ ഒരു പാർട്ടി ഓഫീസിലും ദേശീയ പതാക പോലും ഉയർത്തിയിട്ടില്ല എന്ന് സഖാവ് അരുൺകുമാർ വളരെ വിനയത്തോടുകൂടെ കേട്ടേ മതിയാകൂ. കാരണം നിങ്ങൾ ഞങ്ങളെ ഭരണഘടനയെ കുറിച്ച് പഠിപ്പിക്കാൻ ദയവ് ചെയ്ത് വരരുത്. ദേശീയ പതാക വരുന്ന സമയത്ത് തന്നെ അംഗീകരിച്ചിരുന്നോ RSS? അതും കൂടി ഒന്ന് പറയുമോ? നോക്കൂ, ഞാനൊരു ഒറ്റ കാര്യം പറയാം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയുടെ ദേശീയ പതാകയെ അല്ലെങ്കിൽ അംഗീകരിച്ച ഇന്ത്യയുടെ ദേശീയ പതാകയെ ഒരു നിമിഷം പോലും RSSോ BJPയോ തള്ളി പറഞ്ഞിട്ടില്ല എന്ന് 100% ഉറപ്പോടെ എനിക്ക് പറയാൻ കഴിയും. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ചരിത്രം അതല്ലല്ലോ നമ്മുടെ മുന്നിൽ കാണിക്കുന്ന വസ്തുത. ഈ പറയുന്ന ത്രിവർണ്ണ നിറത്തിലുള്ള പതാകയ്ക്കെതിരായിരുന്നല്ലോ RSS ജോമോൻ ചക്കാലക്കൽ. എത്ര കാലം അതിനെ അംഗീകരിച്ചിട്ടില്ലായിരുന്നു? നോക്കൂ, നിങ്ങൾ ഈ കാവിക്കൊടി എന്ന് പറഞ്ഞ ഇന്ത്യയുടെ ഒരു സംസ്കാരവും പൈതൃകവും ഒക്കെ ഉണ്ട്. സന്യാസി ഒരു സംസ്കാരമായിരുന്നു ഇന്ത്യക്ക്. ആ സന്യാസി സംസ്കാരവും സന്യാസി വരം സംസ്കാരവും ഒക്കെ എടുത്തിട്ടാണ് ഈ കാവിക്കൊടി ഇന്ത്യക്ക് എത്രയോ കാലങ്ങൾക്ക് മുമ്പ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ RSS രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ സന്യാസി വരന്മാരുടെ ഒരു ദേശമായിരുന്നു ഇന്ത്യ. ആ കാലഘട്ടം മുതലേ കാവിക്കൊടി ഇന്ത്യയുടെ ഒരു ഭാഗമായിരുന്നു. ഇതൊന്നും ഇല്ല എന്ന് പറയാൻ കഴിയില്ല. ഇതൊക്കെ ചരിത്രപരമായ കാര്യങ്ങളാണ് അസിത. വെറുതെ കാവിക്കൊടിയിലൊന്നും പിടിച്ച് നമ്മൾ സമയം കളയരുത്. ഞാൻ ഈ വിഷയത്തിലേക്ക് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ അല്ലിപ്പ മറന്നു പോകും, എല്ലാം നോട്ട് ചെയ്ത് വെക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ അരുൺകുമാർ ഒരു കാര്യം പറഞ്ഞു, കൃത്യമായിട്ട് അരുൺകുമാർ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞു. ആ പരിപാടിയുടെ ഒരു ഗസ്റ്റ് ആയിരുന്നു ആരെന്ന്? നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി. വാസ്തവത്തിൽ അത് തെറ്റാണ്. ആ പരിപാടിയുടെ അധ്യക്ഷനായിരുന്നു നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹത്തിന് അറിയാമായിരുന്നു കൃത്യമായി അവിടെ അന്ന് ഭാരതാംബയുടെ ചിത്രം വെക്കുമെന്നും ഇത് സംസ്ഥാന സർക്കാർ നേരിട്ട് നടത്തുന്ന ഒരു പരിപാടി അല്ല എന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. കൃത്യമായി എഴുതി തയ്യാറാക്കി, ഞാൻ ആദ്യം പറഞ്ഞാൽ അദ്ദേഹത്തെ പരിഹസിക്കാൻ വേണ്ടി പറയുന്നതല്ല, കൃത്യമായിട്ട് ഒരു നല്ല ബൈറ്റ് പോലും പത്രപ്രവർത്തകരോട് വിക്കലില്ലാതെ പറയാൻ കഴിയുന്ന ഒരു നേതാവല്ല അദ്ദേഹം ഇപ്പോൾ. ഒരു കാലത്തായിരുന്നു കാണും, മനുഷ്യനാണ്, സാഹചര്യവശാൽ അദ്ദേഹത്തിന്റെ പ്രായാധിക്യം കൊണ്ടായിരിക്കാം അങ്ങനെ പോലും പറയാൻ കഴിയാത്തൊരു വ്യക്തി. ആ വ്യക്തി വളരെ കൃത്യതയോടുകൂടി ഈ എഴുതി കൊണ്ടുവന്നിരുന്ന കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് തന്നെ അദ്ദേഹം അവിടെ വായിച്ച് പിന്നീട് പത്രപ്രവർത്തകർ ചോദിച്ചാൽ എങ്ങനെ ബൈറ്റ് കൊടുക്കണമെന്ന് പോലും പഠിച്ചു വെച്ച് വളരെ പ്രീ പ്ലാനഡ് ആയിട്ട് നടത്തിയ ഒരു ഡ്രാമ ആക്ഷൻ പദ്ധതിയായിരുന്നു നമ്മളവിടെ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു കൃത്യമായി നിലമ്പൂരിലെ കുറച്ച് ന്യൂനപക്ഷങ്ങളെ എങ്ങനെയെങ്കിലും ഈ പേരിൽ കുറച്ച് വോട്ട് വാങ്ങാമെന്ന് കരുതി നിങ്ങൾ ചെയ്ത ഒരു വലിയ നാടകം. ഇന്നലെ രാവിലെ തന്നെ നോക്കി ചെയ്തൊരു വലിയ നാടകം ആധാരമായ സംഭവത്തെ കുറിച്ചാണ് ജോമോൻ ചക്കാലക്കൽ